ടു നച്ചുമാസ് വേൾഡിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷം ഞാനിങ്ങനെ ലെങ്തി വീഡിയോ ആയിട്ട് ഇന്ന് വരികയാണ്. നമ്മുടെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്, നമ്മളൊരു യാത്രക്കിറങ്ങാണ്. എവിടേക്കാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പോകുന്ന വഴി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യാത്രയെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു. ഇവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ വൈകിട്ടത്തേന് രാത്രിത്തേന് എടുത്തിട്ട് നമ്മൾ പോവാണ്. നമ്മൾ നൈറ്റാണ് പോകുന്നത്. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. നമ്മുടെ സ്വന്തം കാശി തീർത്ഥത്തിൽ നിന്ന് ഞങ്ങൾ 6 മണിയായപ്പോഴാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പൊതിയൊക്കെ കെട്ടി ഇവൾമാരെ രണ്ടുപേരെയും പിക്ക് ചെയ്തിട്ട് നമ്മളൊരു 8 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവിടെ നിന്ന് പോകുന്ന കുറേ ദൂരമായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവരെ കയറ്റിപ്പോൾ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. മറന്നുപോയി ഗൈസ്. ഇതിനിടയ്ക്ക് വാവച്ചിയാണെങ്കിൽ ഉറങ്ങി. നമ്മളിപ്പോൾ പാലാ പൊൻകുന്ന റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റ്, അതുപോലെ തന്നെ റോഡൊക്കെ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇതുപോലെ വലിയ വലിയ തടിവണ്ടികളുടെ ഓവർടേക്കിങ് കുറച്ച് ടഫാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കുറേ വണ്ടികളുണ്ട്, കാരണം അവർ കൂടുതൽ ഈ രാത്രി യാത്രയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. പിന്നെ എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഗുരുവായൂരേക്കാണ്. ഗുരുവായൂർ പളനിയാണ് നമ്മുടെ ലക്ഷ്യം. ആക്ച്വലി ഞങ്ങൾ വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ വീണ്ടും മാറ്റിയിട്ട് നിർമ്മാല്യം തൊഴാൻ പറ്റുകയാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ടൈമിൽ വൈകിട്ട് 8 മണി ടൈമിൽ പോകുന്നത്. നമ്മുടെ പുറകെ വരുന്ന വണ്ടിയുടെ ഈ ലൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. നമ്മളിപ്പോൾ പോകുന്നത് പാലാ രാമപുരം റോഡിലാണ്. ഈ ഒരു വണ്ടിയുടെ LED ലൈറ്റ് ഭയങ്കര വെട്ടമാണ്. ഇതിപ്പോൾ നമ്മുടെ മിററിലടിച്ചിട്ട് ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ഭയങ്കര ഷോക്കാണ്. ഇത്രയും വലിയ വണ്ടികളിൽ ഇങ്ങനത്തെ LED വെച്ചാലൊന്നും പ്രശ്നമില്ല. പക്ഷെ പാവപ്പെട്ട നമ്മളാണിത് ചെയ്യുന്നതെങ്കിൽ നമുക്കിട്ട് നല്ല പണി കിട്ടുകയും ചെയ്യും. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലും ഇത്രയും വെട്ടമുണ്ട് കേട്ടോ. ഈ വരണ വെട്ടം നോർമലി തന്നെ നമ്മുടെ മലയാളികൾക്കുള്ളൊരു പ്രത്യേകതയാണ് ഡിമ്മും ബ്രൈറ്റും അടിക്കാൻ മടി. അപ്പോൾ ഇങ്ങനത്തെ വെട്ടം കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യും ഗൈസ്? അങ്ങനെ നമ്മൾ രാമപുരം പാലാ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗുരുവായൂരാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഏകദേശം രാത്രിയിൽ സമയം എത്രയായി നോക്കട്ടെ. സമയം എത്രയായി ഗൈസ്? 10 മണിയാകാൻ പോകുന്നു. നമ്മൾ ചോറുണ്ണാൻ വേണ്ടി നിർത്തിയാണ്. വാച്ചിത് എവിടുന്നോ ഒരു ടർക്കിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നീതൂസുണ്ട്, ഗോപുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ ആക്ച്വലി ലാസ്റ്റ് മൂകാംബിക പോയപ്പോൾ തൃപ്പൂണിത്തുറ പാലസിൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് ഏലപ്പൊതി കഴിച്ച നൊസ്റ്റുമാണ് ഇപ്പം നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാറിൻ്റെ ബോണറ്റ് വെച്ചിട്ട് നമ്മൾ ഏലപ്പൊതി കഴിക്കുന്നു ഗൈസ്. അങ്ങനെ ആഹാരം കഴിച്ച് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് തുടച്ച് നമ്മുടെ കാശിനാഥനുമായി നമ്മൾ യാത്ര തിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഒന്നിച്ച് യാത്ര പോകുന്നതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരുമിച്ച് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം, യാത്ര പോകണം എന്നൊക്കെ. അപ്പോൾ അവസാനം ഇപ്പോഴാണ് സാധിച്ചത്. നമ്മുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പളനിക്ക് പോകാൻ പല പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ഇവരുമായിട്ട് പോകാനാണെന്ന് തോന്നുന്നു നമ്മുടെ നിയോഗം. അപ്പോൾ അതങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മൂവാറ്റുപുഴയാണ് എത്തിയിട്ടുള്ളത്. അത്യാവശ്യം റോഡിൽ എന്തോ പണി നടക്കുന്നുണ്ട് ഗൈസ്. കലുങ്ക് പണിയാണോ എന്താണോ എന്തോ, ഫ്ലൈ ഓവറിൻ്റെ പണിയാണോ എന്താണോ എനിക്ക് മനസ്സിലാവണില്ല. എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ പോകുന്നതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഇവരുടെ കൂടെ പോകുന്നതിലാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത് മൂവാറ്റുപുഴയിലെ നൈറ്റ് മാർക്കറ്റാണ്, മീൻ മാർക്കറ്റാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ അത്യാവശ്യം കാണുന്ന സ്ഥലങ്ങൾ വളരെ സന്തോഷത്തോടെ എക്സ്പ്ലോർ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ ആവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് പുല്ലുവഴി പള്ളി എന്ന് പറയുന്നത്, മൂവാറ്റുപുഴ കഴിഞ്ഞ് പുല്ലുവഴി പള്ളി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ഞാനും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ വണ്ടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു രൂപക്കൂടിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറേ വേരുകൾ, ഇലകളൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ വെട്ടിയാലും അതിൻ്റെ അകത്ത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഈ വേരോ ഇതൊന്നും ഇതിനകത്ത് ആരും വെച്ച് പിടിപ്പിച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി അതിലുണ്ടായതാണെന്നാണ് പറയുന്നത്. ഈ ഒരു മൂവാറ്റുപുഴ ഒക്കെ റൂട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കൂടുതലും പള്ളികളാണ് കേട്ടോ കാണുന്നത്. ഈ വന്ന വഴികളിൽ മൊത്തം നല്ല ഭംഗിയുള്ള പള്ളികൾ ആണ് കണ്ടിട്ടുള്ളത്. നല്ല ഒരു ടെക്സ്ചറാണ്, നല്ലൊരു വർക്കാണ് അതിന് കൊടുത്തിട്ടുള്ളത്. വെറൈറ്റി ആയിരിക്കും എല്ലാം കാണുമ്പോഴത്തേക്ക്. പിന്നെ അങ്ങനെ നമ്മൾ പാസ് ചെയ്ത് ഇനി കാലടി പാലത്തേക്ക് കയറാൻ പോവാണ്.
നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ വിമാനങ്ങൾ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കാലടി പാലം. ചില ടൈമിൽ ഈ വഴി പോണവർ മണിക്കൂറുകൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഒരു പാലമാണ്, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാലത്തെ കൂടി ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോൺ തിരിച്ച് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഒരു ആകാശത്ത് നേരിയൊരു വെട്ടത്തിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നുവെങ്കിൽ അവിടെയായിട്ടാണ് നമ്മുടെ എയർപോർട്ട് വരുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആ ഒരു ഭാഗത്തായിട്ട് വരും. നമുക്ക് ഈ കാലടി പാലം ഇറങ്ങിയിട്ട് ഇവിടെ നിന്നൊക്കെ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വഴികളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത് കാണിച്ചു തരാം. അതേ ഉണ്ട്, ഒരു ചെറിയൊരു പ്രകാശം താഴെ നിന്നിങ്ങനെ പൊങ്ങി നിൽക്കണം. അതാണ് നമ്മൾ പറഞ്ഞ എയർപോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് എയ്റോപ്ലെയിൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നമ്മൾ മുമ്പോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു വെട്ട വെളിച്ചമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഈ നല്ല പ്രകാശമായി നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് ശങ്കരാചാര്യർ കോളേജ്. കാലടി ശങ്കരാചാര്യരുടെ കോളേജാണ്. അതുപോലെ തന്നെ കാലടി മണ്ഡപം ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു സ്തംഭം കണ്ടു, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു ആകാശത്തോളം, ഇതാണ് കാലടി മണ്ഡപം. അപ്പം ഇതിൻ്റെ അകത്തൂടെ എല്ലാം നമുക്ക് കയറി കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്റ്റെപ്പാണ്, റൗണ്ട് സ്റ്റെപ്പാണ്, ഇതുവഴി കയറാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട് റോഡെന്ന് പറയുന്നത്. സിനിമാക്സ് കണ്ടോ നിങ്ങൾ? എന്തോ നല്ല ലൈറ്റൊക്കെയാണല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ടേണിങ് പോയിൻറ്റ് ഇവിടെ നമുക്ക് തിരിഞ്ഞ് പോവുകയാണെങ്കിൽ എയർപോർട്ട് റോഡിലേക്ക് ചെല്ലാം. അതുപോലെ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഇനിയുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക് തിരിയുന്ന വഴി. അപ്പോൾ പോണ വഴിക്ക് ഫുൾ ഇങ്ങനെ വലിയ വലിയ വണ്ടികളാണ്. കൂടുതലും രാത്രി ആയതുകൊണ്ടാണോ അത് എപ്പോഴും ഈ വഴിക്ക് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കാണുന്ന മൊത്തം ഇതുപോലത്തെ വലിയ വണ്ടികൾ, തടി വണ്ടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതാണ് പാലിക്കര ടോൾ പ്ലാസ. ഇപ്പോൾ അടച്ചു മൂടിപ്പോയ അവസ്ഥയിലാണെങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് റീഓപ്പൺ ആകും എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും പണപ്പിരിവ് നടത്തിയിട്ടും ഇതുവരെ നമുക്ക് ഈ ഒരു ഫണ്ട് ആയിട്ടില്ല എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം 1ഉം 2ഉം വണ്ടിയൊന്നും അല്ലല്ലോ ദിവസം ഈ വഴി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചേക്കാമെന്ന് വെച്ചു. കാരണം നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് ഒറ്റയിരിപ്പിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന 2ഉം 3ഉം ഉറക്കം കഴിയേണ്ട സമയമായല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവിടുന്ന് എനർജറ്റിക്കായിട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ അടുക്കാൻ ഏകദേശം കിലോമീറ്ററുകൾ ഇപ്പുറമുള്ളപ്പോൾ, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അടുക്കാൻ കിലോമീറ്റർ പുറകിലുള്ളപ്പോഴത്തേക്ക് നമുക്കൊരു ബ്ലോക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ലേറ്റായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് എത്തുന്നത്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയൊരു പണിയെന്ന് പറഞ്ഞാൽ. ഗുരുവായൂരപ്പൻ്റെ പരീക്ഷണമാവാം. എന്തായാലും നമ്മൾ കുറച്ച് നേരം ബ്ലോക്കിൽ കിടന്നു. എന്നിട്ടാണ് നമ്മൾ പിന്നീട് റെഡിയാവാനൊക്കെ പോയത്. അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രഷപ്പായിട്ട് ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം. റെഡിയായി ഗൈസ്, ഞങ്ങളെല്ലാവരും സാരി വാച്ചി എടപ്പ് വാച്ചി അതെ വാച്ചി പളനിക്ക് പോകാനുള്ള മൂഡിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം വാച്ചി അവിടെ ഇരുന്ന് അവരെയും കൂടെ കാണട്ടെ. നമ്മളെല്ലാവരും കൂടെ ദർശനത്തിന് പോവാണ് ഗൈസ്. ഗുരുവായൂർ ദർശനത്തിന് വേണ്ടി പോവാണ്. പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ ഇട്ടു. ദേവസ്വം പാർക്കിങ്ങിലാണ് വണ്ടി ഇട്ടത്. നേരെ ഇനി നമ്മൾ ദർശനത്തിന് പോവാണ്. എല്ലാവരും ഇവിടെ തന്നെ ഫ്രഷപ്പായിട്ട് പോവാണ്. 4 മണിയായിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂരേക്ക് പോകല്ലേ, ക്ഷേത്ര ദർശനത്തിന് പോകല്ലേ, കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് തല വയ്ക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ പാർക്കിംഗ് സ്ഥലത്തു നിന്ന് തന്നെ. എന്നിട്ട് നമ്മളിത് ഈ ക്ഷേത്രത്തിലെത്തിയിട്ട് 4:30 ആയപ്പോൾ ക്യൂവിൽ കയറിയിട്ട് 8:30 ആയപ്പോഴാണ് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഒരാളുടെ ഫോണേ കൊണ്ടുപോയുള്ളൂ. അത് നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് കയറിയത്. അതിന് ശേഷമാണ് ഫോൺ എടുക്കുന്നതും ഓക്കെ. അപ്പോൾ വാച്ചിയുടെ 1-2 ചെറിയ വീഡിയോസ്, അവിടെ നടന്നു വരുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനും കയറി. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വീണ്ടും. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്കാണ് വടക്കുംനാഥ ക്ഷേത്രം. അപ്പോൾ അവിടെയും കൂടെ കയറണം. എന്നിട്ട് വേണം നമ്മൾ മുമ്പോട്ട് ഏത് റൂട്ട് വഴി പോകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൽ കാണിക്കുമ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെങ്ത്തായിപ്പോവും. അത് പളനിയും കൂടെ ചേർത്ത് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.